ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കട്ടെടുത്തുകൊണ്ട് പോയ പൈസ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തതിൻ്റെ അഹങ്കാരത്തിൽ അവിടെ നിന്ന് എല്ലാവരുമായിട്ട് സംസാരിക്കുന്ന സുധി. അങ്ങനെ വലിയ ആളുകളെടുത്ത് സംസാരിക്കുന്ന സുധിയെ ഒരു നിമിഷത്തേക്ക് പോലും ഉള്ളിലോട്ട് കയറ്റി വിടാനായിട്ട് നമ്മുടെ സച്ചി സമ്മതിക്കുന്നില്ല. എല്ലാത്തിനും അപ്പം മറുപടി കൊടുത്ത് അവനെ അടിച്ചിരുത്തുവാണ്. അങ്ങനെ പൈസയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി ആ പൈസ തട്ടി അങ്ങ് പറിച്ച് വാങ്ങിച്ചിട്ട് ആ പൈസ എണ്ണുക. അപ്പോൾ പൈസ എണ്ണുമ്പോൾ നീ എന്തിനാണ് ഈ പൈസ എണ്ണുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവനല്ലേ ഈ പൈസ കൊണ്ടു തന്നു, ഇതിനകത്ത് മുഴുവൻ ഉണ്ടോ എന്ന് അറിയണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി നിന്ന് എണ്ണുന്നു. അപ്പോൾ ഈ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമല്ലേ. രേവതി അടുക്കളയുടെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ചന്ദ്രമതി അന്നേരം ചോദിച്ചു, നീ എന്താടി ഈ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, ഇതെല്ലാം നീയാണല്ലോ ഇവനെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ രേവതി പറഞ്ഞു, ഞാനെന്ത് പറയാനാ അമ്മേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തു വന്നാലും അമ്മ എന്തിനാ എല്ലാം എൻ്റെ തലയിൽ കൊണ്ടുവന്ന് വെക്കുന്നതെന്ന് ചോദിച്ചു. ഇങ്ങനെ എണ്ണി നമ്മുടെ ശ്രീയും അതുപോലെ സച്ചിയും കൂടെ എണ്ണി കഴിഞ്ഞപ്പോൾ അതിനകത്ത് 4000 രൂപയുടെ കുറവ്. അച്ഛാ, ഇതിൽ മുഴുവൻ പൈസ ഇല്ല, ഇതിനകത്ത് 4000 രൂപയുടെ കുറവുണ്ട്, നോക്കിക്കേ. ഞാൻ പറഞ്ഞില്ലേ ഇവൻ ഭൂലോക ഫ്രോഡാണെന്ന്, ഇവൻ പൈസ അടിച്ചു മാറ്റിയതാണെന്ന് പറഞ്ഞ് അങ്ങനെ പറയുക സച്ചിയെ. ഇത് എടാ മുഴുവൻ പൈസ എവിടെ, ബാക്കി പൈസ എന്തിയടാ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ശ്രീ അന്നേരം ചോദിച്ചു. എടാ ഞാൻ കാശ് എടുത്തിട്ടില്ല, സത്യമായിട്ട് ഞാൻ കാശ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇവരോട് പറയുക. അപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതിൻ്റെ ക്യാൻസലേഷൻ ഫീസ് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുറച്ച് പൈസ എൻ്റെ ഇത് പിടിച്ചു, അതായിരിക്കും അതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയോട് പറയാം. അപ്പോൾ അത് ഞാൻ 2 ദിവസത്തിനുള്ളിൽ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് സുധി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡയലോഗുകൾ ഇറക്കിക്കൊണ്ടിരിക്കുക. ഓഹോ, നീ വലിയ ധർമ്മ കൊടുക്കുന്നവനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി അന്നേരത്തേനും കയറി ഇങ്ങനെ ചോദിച്ചു. എടുത്തുകൊണ്ട് പോയ കാശ് അവൻ ഭിക്ഷയായിട്ട് തന്നോളാമെന്ന്, നാണമല്ലല്ലോടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുക. അങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം സച്ചി മതി നിർത്ത്, സച്ചിക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ എല്ലാം കൂടെ ശ്രുതിയുടെ തലയിലേക്ക് വെച്ച് കൊടുത്ത് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ശ്രുതിക്ക് സാലറി വരുമ്പോൾ തരുമെന്ന് പറഞ്ഞില്ലേ, അത് തരും എന്ന് ശ്രുതി അന്നേരം പറയാം. എന്താ ശ്രുതി കൊടുക്കില്ലെന്ന് ചോദിച്ചപ്പം അതെ സാലറി വന്ന് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ട് ചന്ദ്രമതിക്ക് ആകെ ഇങ്ങനെ ഉരുക്കി നിൽക്കുകയാണ്. അതിന് നിനക്ക് സാലറി വല്ലതും വരാനുണ്ടോടാ എന്ന് സച്ചി ചോദിച്ചപ്പം അവന് സാലറി വരും, തീർച്ചയായിട്ടും നിൻ്റെ പൈസ അവൻ തരും. ഇനി എല്ലാവരെയും വിളിച്ച് വരുത്തി എല്ലാവരുടെയും മുന്നിൽ വെച്ചേ പൈസ കൊടുക്കത്തുള്ളൂ, എന്താ നിനക്കത് പോരെ എന്ന് സച്ചിയോട് ചന്ദ്രമതി ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ അമ്മയെ നോക്കുന്നു, അതുപോലെ തന്നെ ശ്രുതിയെയും നോക്കുന്നു. ഒരു വളിച്ച ചിരിയൊക്കെ ചിരിച്ച് ശ്രുതിയുടെ നേരെ നോക്കി ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യണ്ട, അങ്ങനെ നിങ്ങൾ പറഞ്ഞാലും എനിക്ക് വിശ്വാസമൊന്നുമില്ല, എപ്പോഴാണ് നിങ്ങൾ അച്ഛൻ്റെ പൈസ കൊടുക്കുന്നത്, അന്നേരം ആ കാര്യം കൃത്യമായിട്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും വന്നോളാം, പിന്നെ നിങ്ങളും നിങ്ങളുടെ മോനും അല്ലേ, വായെടുത്ത നുണ മാത്രമേ പറയുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം, എടാ 4000 രൂപയല്ലേടാ ഉള്ളൂ സച്ചി, അവനത് തരും എന്ന് അച്ഛൻ, നീ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, ആ 4000 രൂപയും കൊണ്ട് ഇവൻ ഓടിപ്പോകുമെന്ന് ചോദിച്ചപ്പം, ഇവന് പൈസയും കൊണ്ട് ഓടാൻ നല്ല പ്രാക്ടീസാ അച്ഛാ, അതുകൊണ്ട് ഇവൻ തീർച്ചയായിട്ടും ഓടും, അല്ലെങ്കിൽ വേറെ ആരുടെയും കയ്യിൽ നിന്ന് മോഷ്ടിച്ച് ഇവൻ തരും, അങ്ങനെ ഒരുത്തനെ ഇവരെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞു. എടാ അത് അച്ഛൻ്റെ കാശാ, അത് നിനക്കെന്താ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ചെന്നപ്പം, അങ്ങനെ നീ എന്നെ ഒതുക്കാനൊന്നും നോക്കണ്ട, ആദ്യം നീ കാശ് മുന്നിൽ വെക്കേ, എന്നിട്ട് നീ ഡയലോഗ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീ പറഞ്ഞു, വിട് സച്ചേട്ടാ, പൈസ തരുമെന്ന് പറഞ്ഞില്ലേ, ഇവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലടാ, പറയാതെ കാശും അതും ഇതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു ക്രിമിനലാണ് ഇവൻ, അതുകൊണ്ട് തന്നെ ഇവനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവൻ ഇപ്പോൾ പറയുന്നത് മാറ്റി പറയും, ഒരു കാര്യം ചെയ്യും, നീ ഇത് പറഞ്ഞാനിത് വീഡിയോയിൽ പിടിക്കാം, അപ്പോൾ പിന്നെ തെളിവാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര അപമാനമായിട്ട് തോന്നുവാണ്. ശ്രുതി എന്നിട്ട് ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊന്നും ഞങ്ങൾ ആരും ചെയ്യില്ല, പിന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ കൃത്യമായിട്ട് തരും, ഇതുപോലത്തെ ഇതൊന്നും സച്ചി കാണിക്കാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞു. ആ പൈസ ഇരുന്നാൽ മാത്രം ഇങ്ങനെ സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു ശ്രുതി. എന്താ ഒരുപാട് അങ്ങോട്ട് കയറി അങ്ങോട്ട് ഇതാവാനൊന്നും നിൽക്കണ്ട, നിങ്ങൾക്ക് മാത്രമേ എല്ലാം ഉള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതി വലിയതായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ രേവതി ഇടയ്ക്ക് കയറി. അതെ, അദ്ദേഹം പറയുന്നതിൽ എന്താ തെറ്റ്, ഈ ഒരു വീട്ടിൽ എല്ലാ ചിലവും നോക്കുന്നത് എൻ്റെ ഭർത്താവാണ്, അദ്ദേഹത്തിന് ഇഷ്ടംപോലെ കടവും കാര്യങ്ങളും ഒക്കെയുണ്ട്, എൻ്റെ ഭർത്താവ് ആരുടെയും കയ്യിൽ നിന്നും 1 രൂപ പോലും മോഷ്ടിക്കില്ല, എന്നിട്ട് പോലും അദ്ദേഹം ഈ വീട്ടു ചെലവിന് പൈസ തരുന്നില്ലേ, അപ്പോൾ അവരെ നോക്കി നിങ്ങളല്ലേ നന്ദി പറയേണ്ടത്, അതിന് പകരം നിങ്ങളെന്താ അദ്ദേഹത്തിന് അപമാനിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് രേവതി ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താ പ്രശ്നം, നിങ്ങൾക്ക് പൈസ വേണം, അതല്ലേ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോയപ്പോൾ മോളെ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ മുന്നിലൂടെ ഈ ചന്ദ്രമതി അങ്ങ് നടന്നു പോകുക. അങ്ങനെ പോയിട്ട് വന്നിട്ട് നമ്മുടെ ശ്രുതി ആ പൈസ എടുത്തുകൊണ്ട് കൊടുത്തു. പൈസ എടുത്തുകൊണ്ട് കൊടുത്തപ്പോൾ, ഓഹോ കയ്യിൽ പൈസ വെച്ചിട്ടല്ലേ തരാതിരുന്നതെന്ന് ചോദിക്കുവാണ് അന്നേരം നമ്മുടെ സച്ചി. എടാ നീ ഇനിയൊന്നും പറയണ്ടെന്ന് അച്ഛൻ അന്നേരം
സച്ചിയോട് പറഞ്ഞു, ഞാനിനൊന്നും പറയുന്നില്ല, അച്ഛൻ്റെ പൈസ കിട്ടിയില്ല, ഇന്ന് അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് കൊടുക്കുക, അപ്പോൾ അത് കൊണ്ടുപോയി ബാങ്കിലിടാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എന്തേ ഇങ്ങനെ നോക്കുക കേട്ടോ നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞതും ചെയ്തതും എല്ലാം വെറുതെയായി. അതും അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കാനാണ് പറഞ്ഞത്, ബാങ്കിൽ ഇടാനായിട്ട്. അന്നേരം അച്ഛാ വേണ്ട, എന്തിനാ അമ്മയുടെ കയ്യിൽ തന്നെ തിരിച്ചത് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പം അത് അവളുടെ കയ്യിലേക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു, അത് അവളുടെ കയ്യിലിരിക്കട്ടെ എന്ന്. അപ്പോൾ നമ്മുടെ സച്ചി ഇത്രയും നേരം പണിപ്പെട്ടത് വെറുതെ ആയി എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാലം ഈ വീട്ടിലെ പൈസയും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത് നിൻ്റെ അമ്മ തന്നെയാണ്, ഇനിയും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി കുറേ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി, പക്ഷേ സമ്മതിച്ചില്ല അച്ഛൻ. എന്നിട്ട് മനസ്സില്ലാ മനസ്സോടെ സച്ചി ആ പൈസ അമ്മയുടെ തന്നെ കൊടുത്തു. അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അങ്കിൾ ശ്രുതി കൊടുക്കാനുള്ള പൈസ കൊടുത്തു, ഇനി വീട്ടു ചെലവുകളിന് എല്ലാ മാസവും ഞാൻ ഷെയർ കൊടുത്തോളാവെന്നും പറഞ്ഞ് ശ്രുതി വലിയ ഇതാവുക. എന്നിട്ട് രേവതിയുടെ മുന്നിൽ ചെന്നു, ഞങ്ങൾക്ക് വേണ്ടി ആരും ചിലവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും എല്ലാ മാസവും ആൻറ്റിയുടെ കയ്യിൽ ഞാൻ പൈസ കൊടുത്തോളാമെന്നും പറഞ്ഞു. പിന്നെ വേണമെങ്കിൽ എല്ലാവരുടെയും കൂടെ ചിലവിനുള്ള പൈസ ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും വേണ്ട, ഏതായാലും അവരവരുടെ ആവശ്യത്തിനുള്ള പൈസ കൊടുത്താൽ മതി. പിന്നെ ഈ വീട്ടിലെ എല്ലാ ചിലവുകളും ഇത്രയും നാളും എൻ്റെ ഭർത്താവാണ് നോക്കിയിരുന്നത്, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കറണ്ട് ചിലവ് അത് വേണമെങ്കിൽ നിങ്ങൾ കൊടുത്തോളാനൊക്കെ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതെല്ലാം പറയാം. എൻ്റെ പൊന്നെ മതി നിർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഇടയ്ക്ക് കയറി വന്നു. എന്നിട്ട് ആവശ്യമില്ലാതെ ഇങ്ങനെ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കരുത്, നിങ്ങളെല്ലാവരും എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അങ്ങ് പോയി. പ്രശ്നങ്ങളെല്ലാം സോൾവായി, എല്ലാവരും അങ്ങ് പോയി. ശ്രുതി എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ശ്രുതി റൂമിലേക്ക് ചെന്നു, അതുപോലെ സച്ചിയുടെ റൂമിലേക്കും ചെന്നു. സച്ചിയുടെ റൂമിൽ ചെന്നപ്പോൾ രേവതി അവിടെ ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ടിരിക്കുക. ആഹാ, നീ ഇപ്പോഴും പണിയെടുത്തോണ്ടിരിക്കണം, ഉറങ്ങുന്നൊന്നുമില്ല എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിലിരുന്ന ജോലി ചെയ്യാനല്ലേ പറ്റുള്ളൂ, എന്താ ഞാൻ എന്താ പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. പുറത്തു പോയി ചുറ്റിക്കറങ്ങുന്ന സ്വഭാവമൊന്നും എനിക്കില്ലല്ലോ, വീട്ടിലിരുന്നാൽ വീട്ടു ജോലിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടതെന്ന് ചോദിച്ചു. ആ സമയത്ത് രേവതിയുടെ മുഖമൊക്കെ വാടിയിരിക്കുന്നത് സച്ചി ശ്രദ്ധിച്ചു. സച്ചി ഇങ്ങനെ നോക്കി. അപ്പോൾ ഹണിമൂണിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പം ഇനി ഹണിമൂണൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ അവനെ ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്ത് കാശ് കൊണ്ട് തന്നില്ലേ, പിന്നെ ഇനിയിപ്പോഴത്തെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ അത് അങ്ങോട്ട് പോകാൻ അവർ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ എന്ന് ചോദിക്കാം. പിന്നെ അവർക്ക് മുന്നേ തന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞതല്ലേ, നിങ്ങൾക്ക് ഹണിമൂൺ പോകണം എന്നുള്ളൊരു തോന്നലൊന്നും ഇല്ലല്ലോ, അവരെല്ലാം നല്ല കൃത്യമായി ചെയ്യുന്നത് കണ്ടോ. ഹണിമൂണിന് കുടുംബത്തോടെ പോകാമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, എന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിയോട് പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ നോക്കി അടുത്ത് വന്നിരിക്കുന്നു. നിനക്ക് ഹണിമൂണിന് പോകണോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും എല്ലായിടത്തും പോകുന്നു, എല്ലാം ചെയ്യുന്നു, അതുപോലെ ഒരു തവണ എന്നെയും കൊണ്ട് പുറത്ത് പോകാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, നീ ഒരു കയ്യിൽ കുറച്ച് ഹണി എടുക്കുക, ഹണിയില്ലേ ഹണി, അതിന് ശേഷം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്താ എന്നെ കളിയാക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലിരുന്ന് ആ തുണി എടുത്ത് കുറേ ഇങ്ങനെ ഇട്ട് അടിക്കുക. അപ്പോൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, നീ തല്ലിയത് എനിക്ക് വേദനിച്ചു കേട്ടോ, ഞാൻ തിരിച്ചൊരെണ്ണം തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ തല്ലണോ, നിങ്ങൾക്ക് ഇങ്ങനെ തല്ലണോ, നിങ്ങൾക്ക് എങ്ങനെയാണ് തല്ലണ്ടേ, എവിടെയാണ് തല്ലണ്ടേ, കയ്യിൽ തല്ലണോ അത് കയ്യിൽ പിടിക്കണോ, എന്താ ചെയ്യണ്ടേ, തല്ലണോ എന്ന് ചോദിച്ചിങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞതാണേ, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി. അപ്പോൾ എന്നെ പേടിയുണ്ടല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ രേവതി. പിന്നെ പേടിക്കാതെ പറ്റുമോ, പേടിക്കാതെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം. പിന്നെ ചിരിയും കളിയും ഒക്കെ ആയിട്ട് രണ്ടുപേരും കൂടെ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി ആണെങ്കിൽ ആ പൈസയുടെ കാര്യങ്ങൾ രേവതിയോട് സംസാരിക്കുന്നു. ആ പൈസ പോയതിനെ പറ്റിയും അതുപോലെ തന്നെ ആ പൈസ തിരിച്ചു വന്നതിനെ പറ്റിയൊക്കെ ചെറിയ സംശയം തനിക്കുണ്ട്, എന്തൊക്കെയോ ഒരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. അവൻ തന്നെ അവകാശം മോഷ്ടിച്ചത് അവനെ രക്ഷിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞതാണെന്നും പറഞ്ഞ് ഇവരുള്ള കാര്യങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് മുറിയിലേക്ക് പോകാൻ യാദൃശികമായിട്ട് ശ്രുതി ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പോൾ ശ്രുതി ഇവരുടെ റൂമിലെ സംസാരം കേൾക്കുക. അപ്പോഴാണ് ശ്രുതിക്കും കാര്യങ്ങൾക്ക് ഏകദേശമൊക്കെ ഒരു ട്യൂൺ മനസ്സിലാകുന്നത്, ഭർത്താവ് മോഷ്ടിച്ചതാണെന്നുള്ള കാര്യം സച്ചിയും രേവതിയും കൂടെ പറയുന്നത്. അപ്പോൾ ഇവർ റൂമിലിരുന്ന് രഹസ്യമായി പറയുന്ന കാര്യങ്ങളെല്ലാം പുറത്തു നിന്ന് കേൾക്കുന്ന നമ്മുടെ ശ്രുതി ഞെട്ടലോടുകൂടി നിൽക്കുക കേട്ടോ. അപ്പോൾ അവനെ തീർച്ചയായിട്ടും അമ്മ രക്ഷിച്ചതാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് അമ്മ അറിയാതെ എടുത്തതാണെങ്കിൽ അമ്മ എങ്ങനെയാണ് അത് സമ്മതിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ആ പേരും കള്ളൻ എടുത്തത് തന്നെയാണ്, അവനെ രക്ഷിക്കാൻ വേണ്ടി അമ്മ നുണ പറഞ്ഞതാണെന്ന് പറഞ്ഞു. നിനക്ക് അവനെ ശരിക്കും അറിയില്ല, അവൻ്റെ കള്ളക്കളി ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം. അവനാണ് എടുത്തത്, അത് ഉറപ്പാ, അന്ന് ഞാൻ അവനെ പിടിച്ചോളാം, ഇത് ഞാൻ കണ്ടുപിടിക്കുന്ന ദിവസം എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ പറഞ്ഞു. ഇവിടെ വേറെയുള്ള ആരെങ്കിലും അവനെ ആര് വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ല, പക്ഷേ അവനാണ് ആ പൈസ മോഷ്ടിച്ചതെന്ന് ഞാൻ തെളിയിക്കും.
അത് തെളിയിച്ചതിന് ശേഷം അവൻ്റെ കയ്യും കാലും ഞാൻ തലയോടിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞു. അതും പറഞ്ഞിട്ട് രേവതി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വാതിലിൻ്റെ ചോട്ടിൽ ശ്രുതി നിൽക്കുന്നു. ശ്രുതി നിൽക്കുന്നത് രേവതി കണ്ടു. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അപ്പോൾ രണ്ടുപേരും നേർക്ക് നേരെ നിൽക്കുന്നു. എന്തും സംഭവിക്കാം, എന്തും വരാം എന്നുള്ളൊരു സിറ്റുവേഷനില്ല. അങ്ങനെ ഒരിക്കലും ഇത് ശ്രുതി കേൾക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടൊന്നും അല്ലല്ലോ നമ്മുടെ രേവതിയും സച്ചിയും സംസാരിച്ചത്. ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ശ്രുതി അങ്ങോട്ടേക്ക് പോയി. രേവതി അന്നേരവും ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുവാണ്. കെട്ടിയവൻ പെരുങ്കള്ളനായതിൻ്റെ ആ ഒരു തെളിവ് സഹിതം അനിയൻ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അത് എങ്ങനെ നേരിടും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഉൾക്കൊള്ളുമെന്നൊക്കെയുള്ളൊരു വല്ലാത്തൊരു ഇതോടുകൂടി നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. ഇതൊന്നും പ്രശ്നമല്ലാതെ ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല എന്നുള്ളൊരിതിൽ ശ്രുതി നല്ല സുഖമായിട്ട് കിടന്നങ്ങനെ അങ്ങ് ഉറങ്ങുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.